നമ്മുടെ പേരൻസ് പോയാൽ നമ്മളാരാ? ഓർഫന. അതാണ് സത്യം. പല കാര്യങ്ങളും പിള്ളേരോട് പറയാനൊക്കത്തില്ല, പക്ഷെ ആരോട് പറയാം? കെട്ടിച്ച് വിട്ട പെൺപിള്ളേരാണെങ്കിലും സങ്കടം വരുമ്പോൾ ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. അത് തന്നെയാണ് ഇവർക്ക് ഇച്ഛ തെറ്റി ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. അമ്മയുടെ നമ്മൾ ഈ അമ്മ അപ്പനൊക്കെ ഉള്ളപ്പോഴല്ലേ ഒന്ന് കയറി ചെല്ലാൻ നോക്കുക. അപ്പോൾ അവരില്ലാതെ പോകുമ്പോൾ അതൊരു വലിയ സുരക്ഷിതത്വമാണ്. അതില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനാഥത്വമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? അഡൽട്ട് ഓർഫൻ. അപ്പം പിന്നെ ചെറുപ്പത്തിലേ പോയാലോ? മക്കളോടെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ഏജിലും നമുക്ക് അപ്പനും അമ്മയും ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആരാ? ഓർഫന. അതുകൊണ്ട് തന്നെ അവരെ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് കൈവക്കാം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ പല പിള്ളേരുടെ ഒരു പ്രശ്നം, കഴിക്കടി എന്ന് പറയുമ്പോൾ ഇതുങ്ങൾ പറയും, ഇപ്പം ഞാൻ കഴിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു ചവിട്ട് നാടകം, അന്തരത്തിൻ്റെ കുച്ചിപ്പൊടി മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന കാണാം. പക്ഷേ ഈ അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം ബെല്ലടിച്ചാൽ ഉണ്ടല്ലോ, 3 വയസ്സുള്ള കുഞ്ഞും പ്ലേറ്റുമായിട്ട് പോയി നിൽക്കും. വേണ്ടാന്ന് പറയാൻ ആരോട് പറയാനാ? അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം പോയി നിൽക്കും. നീ കഴിച്ചോടാന്ന് ചോദിക്കാൻ, നീ കുളിച്ചോടാന്ന് ചോദിക്കാൻ, വല്ല ഉണ്ടോടാന്ന് ചോദിക്കാനൊക്കെ ഒരാൾ വേണ്ടേ? അപ്പോൾ അത് ചെറിയൊരു കാര്യമാണോ? അല്ല. മൊർദെഖായി അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ എസ്തേറിൻ്റെ മറ്റൊരു പേരെന്താ? ഹദസ എസ്തേർ എന്ന ഹദസയ്ക്ക് ആരില്ലായിരുന്നു? അപ്പനും അമ്മയും മരിച്ചു പോയിരുന്നു. അപ്പനും അമ്മയും മരിച്ചു പോയിരുന്നാൽ അവരാരാണ്? അനാഥരാണ്, ഓർഫനാണ് അല്ലേ? അപ്പനും അമ്മയും മരിച്ച മക്കളെ നമ്മളെന്താ വിളിക്കുക? ഓർഫൻ എന്നാണ് വിളിക്കുക. ഓർഫൻ. പക്ഷേ ഒരു പ്രായം ഓർത്തോണം, ഏത് പ്രായത്തിലും നമ്മൾ ഓർഫൻസ് ആകാം. ഞാനൊരു ദിവസം പവർ വിഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു 10-60 വയസ്സ് കാണും. അദ്ദേഹം എന്നെ കണ്ടിട്ട്, പാസ്റ്ററെ ഞാനിങ്ങനെ നോർത്തിൽ നിന്ന് വരികയാണ്, പാസ്റ്ററിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആരുമില്ല പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. ഇതന്നെ വല്ലാതെ ഒലച്ചു. ഇദ്ദേഹത്തിന് ആരുമില്ല എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കൾ. അപ്പോഴാണ് പുള്ളി പറയുക, അപ്പനെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, പിന്നെ അമ്മയായിരുന്നു തോന്നുന്നു, ആരെങ്കിലും ചിലപ്പോൾ മാറ്റും. ഏതായാലും അമ്മയും കഴിഞ്ഞ മാസത്തിൽ മരിച്ചുപോയി. കുറേ നാളൊക്കെ കിടന്നിട്ട് അമ്മയും മരിച്ചു. എനിക്ക് ആരുമില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിലും അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഇയാൾ പറയുന്നു, എനിക്കെന്തില്ല? ആരുമില്ല. അന്നാണ് എനിക്കൊരു വാക്ക് കിട്ടിയത്, അഡൽട്ട് ഓർഫൻ. അറ്റ് എനി ഏജ് നമ്മുടെ പേരൻസ് പോയാൽ നമ്മളാരാ? ഓർഫന. അതാണ് സത്യം. പല കാര്യങ്ങളും പിള്ളേരോട് പറയാനൊക്കത്തില്ല, പക്ഷെ ആരോട് പറയാം? കെട്ടിച്ച് വിട്ട പെൺപിള്ളേരാണെങ്കിലും സങ്കടം വരുമ്പോൾ ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. അത് തന്നെയാണ് കെട്ടിയന്മാരുടെ പ്രശ്നം, അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇവർക്ക് ഇച്ഛ തെറ്റി ആരെ വിളിക്കും? അമ്മയെ വിളിക്കും. ഇവരെന്തോ അറിയാനാ? എന്നോട് പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങേരോട് പറയാത്ത കുറേ കാര്യം ആരോട് പറയാം? അമ്മയോട് പറയാം. നമ്മൾ ഈ അമ്മ അപ്പനൊക്കെ ഉള്ളപ്പോഴല്ലേ ഒന്ന് കയറി ചെല്ലാൻ നോക്കുക. അപ്പോൾ അവരില്ലാതെ പോകുമ്പോൾ അതൊരു വലിയ സുരക്ഷിതത്വമാണ്. അതില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനാഥത്വമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? അഡൽട്ട് ഓർഫൻ. അപ്പം പിന്നെ ചെറുപ്പത്തിലേ പോയാലോ? ഈ പെൺകുട്ടി ചെറുപ്പത്തിലെ അനാഥയായ ഒരു പെൺകുട്ടിയാണ്. ജന്മം കൊണ്ട് അനാഥത്വം വഹിച്ചൊരു പെൺകുട്ടി. ചെറിയൊരു കാര്യമല്ല അനാഥൻ്റെ വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും പറയും, മക്കളോടെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇന്നിപ്പം പൊതു അവധി ദിവസം അല്ലാത്തതുകൊണ്ട് മക്കൾ കുറവാണ്. പ്രത്യേകിച്ച് എക്സാമൊക്കെ നടക്കുകയല്ലേ, പ്രീ ബോർഡ് എക്സാംസൊക്കെ നടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാലും ഞാൻ മക്കളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഏജിലും നമുക്ക് അപ്പനും അമ്മയും ഇല്ലാത്തടത്തോളം കാലം നമ്മളാരാ? ഓർഫന. അതുകൊണ്ട് തന്നെ അവരെ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് കൈവക്കാമോ? ഓക്കെ, ദൈവം എനിക്ക് കൈ താഴ്ത്തട്ടെ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അപ്പനും അമ്മയും കഴിക്കുന്ന മരുന്നെല്ലാം അറിയാവുന്നവരൊന്ന് കൈവക്കാം. കുറച്ച് കൈകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. മരുന്നെല്ലാം അറിയാവുന്നവർ കുറവായിരിക്കും. ഒരപ്പനും അമ്മയും ഞാൻ എൻ്റെ കൂടെ എനിക്കൊരു കുഞ്ഞുണ്ട്. അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മയ്ക്കൊരു വേദന വന്നു. അമ്മയുടെ കൂടെ ഇവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. 4ാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന് ഓർക്കണം. ആ യാത്രയിൽ അമ്മ ഇവിടെ തലയിൽ മടി വെച്ച് മരിച്ചുപോയി. ഷി വാസ് ആൻ ഓർഫൻ. അതാണ് ആക്ച്വലി അവളും അഡോപ്റ്റഡായിരുന്നു. മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഇരുന്ന കുഞ്ഞിനെ ഞങ്ങൾ അടക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഞാൻ കാണുന്ന കാഴ്ച,
കാരണവന്മാരൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ അടുക്കി പിടിച്ചൊരു ഫയലുമായിട്ട് വരുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞ്, അവിടെ ഒത്തിരി ഫയലുകളും. അപ്പോൾ ആ കുഞ്ഞ്, പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, വർഷങ്ങളിപ്പം കടന്നു പോകുമ്പോൾ 9 വർഷം കഴിഞ്ഞു. അവിടെ ഒരു അമ്മാച്ചൻ എല്ലാ കാര്യവും അമ്മാച്ചനും അമ്മായി ഗർഭിക്കും. നാളിതുവരെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ മറ്റൊരാളും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വല്ല ഒന്ന് വിളിച്ച് ചോദിക്കാനെങ്കിലും. പക്ഷേ ഈ മക്കളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവർ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. പിള്ളേരൊക്കെ പറയാറുണ്ട്, രാവിലെ അമ്മ മെഷീൻ ഗണ്ണെടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഉണ്ടയിടും, പിന്നെ രാത്രി വരെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. രാവിലെ തുടങ്ങും, എഴുന്നേക്കടി എഴുന്നേക്കടി എഴുന്നേക്കടി, എഴുന്നേറ്റാൽ തുടങ്ങും ഇരിക്കടി പൊടി കുളിക്കടി കുളിക്കടി, കുളിച്ചാൽ പല്ലിയേക്കടി, മുടി വാരി കെട്ടടി, പഠിക്കടി കഴിക്കടി. അത് കഴിഞ്ഞാൽ വണ്ടി വരുന്നടി പോടി, പോകാൻ താമസിച്ച് എന്താടി താമസിച്ചത്. പിന്നെയും വന്ന് തുടങ്ങും, ഡ്രസ്സ് മാറടി, കൈ കഴുകടി, പിന്നെയും വൈകിട്ട് തുടങ്ങും കഴിക്കടി, പിന്നെ പാതിരാത്രി ആകുമ്പം തുടങ്ങും കിടക്കടി. ചുരുക്കത്തിൽ ഈ മിഷൻ കണ്ടൊന്ന് ഓഫാകണമെങ്കിൽ എത്ര മണിയാണ്? അതുവരെ ഇങ്ങനെ പടപെടാം. പക്ഷേ ഒരു ദിവസം ഈ പൊട്ടാൻ ഈ മിഷൻ കൺ ഇല്ലാതെ വരുമ്പോഴാണ് വീട് നിശബ്ദമാകും. എടി ബോഡി വാടി എന്ന് പറയാൻ ആരുമില്ല. അതൊരു വലിയ വല്ലാത്ത സംഭവം ഇതല്ലേ. നമ്മൾ ഈ പല പിള്ളേരുടെ ഒരു പ്രശ്നം, കഴിക്കടി എന്ന് പറയുമ്പോൾ ഇതുങ്ങൾ പറയും ഇപ്പം ഞാൻ കഴിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ചവിട്ട് നാടകം, അന്തരത്തിന് കുച്ചിപ്പൊടി മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന കാണാം. പക്ഷേ ഈ അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം ബെല്ലടിച്ചാൽ ഉണ്ടല്ലോ, 3 വയസ്സുള്ള കുഞ്ഞും പ്ലേറ്റുമായിട്ട് പോയി നിൽക്കും. വേണ്ടാന്ന് പറയാൻ ആരോട് പറയാനാ? അനാഥശാലയിലെ പിള്ളേർ 7 മണിയാകുമ്പം പോയി നിൽക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് കണ്ടു തന്നിട്ടുണ്ട്. ചില പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ തീരെ വരുന്ന പൊടി കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ തന്നെ വാരി എന്ത് ചെയ്യും? കഴിക്കും. അവർ ആരും വേണ്ടാന്ന് പറയത്തില്ല. അവർക്കറിയാം ഇപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പം പുറകെ നടക്കാൻ ആരും കാണത്തില്ല. അടുക്കള പൂട്ടി അവർ പോകും അവരുടെ വീട്ടിൽ. അപ്പോൾ ഈ പുറകെ നടക്കാൻ ആളുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേണ്ടാന്ന് പറയുന്നത്. കഴിപ്പിക്കണേ എന്തോ പാടാ, അന്നൊരു ദേഷ്യമൊക്കെ കാണും. ശരിയല്ലേ? പോയി കഴിക്കാൻ പറയാനാണെങ്കിലും ഒരാൾ വേണ്ടേ? ഞാനൊരു ദിവസം ഞങ്ങളുടെ കൊച്ചിനോട് ചോദിച്ചു, നീ എന്നെ എഴുന്നേക്കാഞ്ഞ്? അത് ഞാൻ എൻ്റെ കുറ്റമാണോ? ഞാൻ ചോദിച്ചു അതെന്നാ? മറ്റേ ഇന്നും രാവിലെ ബഹളം വെച്ച് എഴുന്നേപ്പിക്കത്തില്ല, ഇന്ന് എന്നെ ബഹളം വെക്കാൻ ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അലാറം എൻ്റെ ഈ ബഹളമാണ്. സത്യത്തിൽ ബഹളം വെക്കാനും ഒരാൾ വേണ്ടേ? വേണ്ടേ? ഒന്ന് എഴുന്നേക്കും, പിന്നെ കിടക്കും, പിന്നെയും പുറകെ കിടക്കും. ഇതിനെല്ലാം ഒരാൾ വേണ്ടേ? വേണം. അപ്പോൾ ആ ആളിന് ഉള്ളതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയും, അവർ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അവർ മരിക്കാൻ കാരണം ഈ 4 മണിയാകുമ്പം പിള്ളേർ വരേണ്ടടുത്ത് 4:30 ആകുമ്പം വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? വിളിക്കും. വിളിച്ചിട്ട് ഇവരെടുത്തില്ലെങ്കിൽ ആരെ വിളിക്കും? കൂട്ടുകാരെ വിളിക്കും, അല്ലെ സാറിനെ വിളിക്കും. സാറിനെ വിളിച്ചാൽ പിന്നെ ഭയങ്കര പ്രശ്നം. എടേ നിൻ്റെ അമ്മ ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, നീ ഇവിടെ പോയി? ഉയ്യോ, അതോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ച്? എന്നെ നാണം കെടുത്തിയില്ലേ? ഇനി ഞാൻ അല്ല, നീ എന്തിനാ ഈ സൈലൻ്റ് ആക്കിയിട്ടേ? നിനക്കറിയത്തില്ല അമ്മ വിളിക്കുമെന്ന്. ഇവൾ ഫോൺ സൈലൻ്റ് ആക്കും, അമ്മ വയലൻ്റ് ആകും. അതിൽ ഫോൺ മക്കളെ അവർ നിങ്ങളുടെ ഫോൺ എടുത്തില്ലെങ്കിൽ അവരെന്താകും? ഞാൻ കൊച്ചു പെണ്ണാണ്, ഞാൻ ഇവരൊന്ന് പോയി കഴിഞ്ഞാൽ നീ 8 മണിക്ക് വന്നില്ലേ ആരറിയും? വന്നില്ലെങ്കിൽ ആര് തിരക്കും? എവിടെയെങ്കിലും പനി പിടിച്ച് കിടന്നാൽ ആര് തിരക്കും? തിരക്കാൻ ഒരാളുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ജീവിതത്തിൽ തിരക്കാൻ ഒരാളുള്ളത്. നീ കഴിച്ചോടാന്ന് ചോദിക്കാൻ, നീ കുളിച്ചോടാൻ ചോദിക്കാൻ, വല്ല ഉണ്ടോടാൻ ചോദിക്കാനൊക്കെ ഒരാൾ വേണ്ടേ? അപ്പോൾ അത് ചെറിയൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയും, അവർ മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓർമ്മയുള്ളപ്പോഴൊക്കെ അത് ചോദിക്കണേ. ഓർമ്മ പോയി എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഒരു അമ്മച്ചി മരിച്ചു പോയി. അപ്പോൾ ഈ അമ്മച്ചിക്ക് അവസാനമായപ്പോൾ ഓർമ്മ പോയി. ഇവർക്ക് ചിലരങ്ങ് മറന്നു പോകും, ചിലത് എന്ത് ചെയ്യും? ഓർക്കും. അപ്പോഴത്തേനും മോള് വന്ന് വിദേശത്ത്, നമുക്കിപ്പോഴും എന്നോട് ഇപ്പോഴും പറഞ്ഞു, നിന്നോട് എനിക്ക് എൻ്റെ ഒരു ആരീശം തീരത്തില്ല, നിന്നോട് നിൻ്റെ ഭാര്യയോട്. ഞാൻ ചോദിച്ചു അതെന്നാ കാര്യം? അമ്മച്ചിയുടെ അടുക്ക ഇവൾ ചെന്നപ്പം ചോദിച്ചു, നീ ഇതാരാ? അമ്മച്ചി ഇളയ മോൾ. അങ്ങനെ മോൾ എനിക്കില്ലല്ലോ. തലയും കുത്തി നിന്നിട്ട് ഈ മോളെ എന്ത് ചെയ്യുന്നില്ല?
ഓർക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്, ഇതാരാ? ഇതെൻ്റെ പ്രിൻസ് മോൻ, എൻ്റെ പുന്നാര മോൻ വന്നേടാ, ഒരു ഉമ്മ വന്നേ. അയ്യോ എൻ്റെ പുന്നാര മോനാ. ഞാൻ പറഞ്ഞു, നീ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ലടി, ഒരു കാര്യമില്ലടി. അപ്പോൾ എൻ്റെ ഭാര്യ വന്നു, ഇതാരാ? എൻ്റെ പ്രിൻസ് മോൻ്റെ ഭാര്യ. പ്രിൻസ് മോൾ വന്നേ. അവർക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്. കാരണം ആരെ ഓർമ്മയില്ല, മക്കളെ ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണേ, ഓർമ്മയുള്ളപ്പോഴൊക്കെ അവരുടെ അടുക്കലൊക്കെ പോവുക. 2 ആഴ്ചക്കകത്ത് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ അറ്റ് എ ടൈമിൽ ഒരു 3 മണിക്കൂർ അവരുടെ അടുത്ത് ഇരുന്നവരൊന്ന് കൈവെക്കാം. 3 മണിക്കൂർ. ഇത്രയും പേരുണ്ട്. ദൈവം 3 മണിക്കൂർ അറ്റ് എ ടൈം, മൊത്തം കൂടെ അല്ല, ഒറ്റ ഇരിപ്പിൽ 3 മണിക്കൂർ. ദൈവം അനുഗ്രഹിക്കും. 2 മണിക്കൂർ ഇരുന്നിടത്ത് കൈവെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. 1 മണിക്കൂർ ഇരുന്നിടത്ത് കൈവെക്കാം. ദൈവം അനുഗ്രഹിക്കും. ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. റീസൺ ചോദിച്ചാൽ അപ്പൻ്റെ അടുക്ക് ഇരിക്കുക എന്നങ്ങ് പറഞ്ഞു. അതേ അവിടെ ഇരിക്കാവും. കാരണം ഇവിടെ വരുന്നതും അപ്പൻ്റെ അടുക്ക ഇരിക്കാനാണ്. ഏതപ്പൻ്റെ അടുക്കല? സ്വർഗത്തിലെ അപ്പൻ്റെ. അപ്പനും നിങ്ങളോട് ചിലപ്പം പറയും അവിടെ പോയി ആ അപ്പൻ്റെ അടുക്കലിട്ടിരിക്കാൻ. അപ്പം കുറേ നേരം വർത്താനം. ഞാനൊരു മോനോട് പറഞ്ഞു, കുറച്ചുകൂടെ നീ അപ്പനോടൊന്ന് സംസാരിക്കണേ. ഇവനെന്നോട് പറയാം, സി ദർ ഇസ് നോ കോമൺ സബ്ജക്റ്റ്, നോ സബ്ജക്റ്റ്. ഞാനൊരു ദിവസം രാത്രി വെളുപ്പിനെ 3 മണിക്ക് ഇവൻ്റെ അടുക്ക ചെല്ലേണ്ട വന്നു. ഇവനെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, എൻഗേജ്ഡാണ്. അമ്മ 3 മണിക്ക് എത്ര മനുഷ്യനെ എമർജൻസിക്ക് വിളിക്കുക. അവിടെ ചെന്ന് ഞാൻ ബെല്ലടിച്ചപ്പോൾ ഇവനെ ഇറങ്ങി വന്നു. ഫോൺ ചുട്ടു പഴുത്തിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഇവൻ 12 മണിക്ക് തുടങ്ങിയ കോള ഇവൻ്റെ പെണ്ണിനെ വിളിക്കുക. വെളുപ്പിനെ 3 മണിയായി. ഇപ്പോഴും എനിക്ക് സംശയം, ഇവരെന്തോ ഈ വർത്തമാനം പറയുന്നേ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച്, തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ജയപരാജയങ്ങൾ, ഇനിയും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവന് 3 മണിക്കൂർ പറയാൻ സബ്ജക്റ്റ് ഇല്ലേ? ആരോടില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് അനാഥത്വം. എസ്തേർ ആരായിരുന്നു? അനാഥയാകും അല്ലേ? എസ്തേർ ആരാകുന്നു? അനാഥയാകും. അപ്പം മറവി ഉണ്ടെങ്കിലും അവരെടുക്കാനിരിക്കുക. മറവിയുണ്ട്. ഞാനത് കുറേ നല്ല കാര്യങ്ങൾ പലയിടത്തുനിന്ന് പഠിച്ചു. മോശപ്പെട്ട കാര്യങ്ങൾ പറയണ്ട. എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എങ്ങനെ ആകണം, എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എങ്ങനെ ആകരുത്. ഞാനൊരു ഒരിടത്ത് അങ്ങ് വടക്കാണ്, അവിടെ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ കൺവെൻഷൻ നടക്കുക. അപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ. ഒരു കൈലിയൊക്കെ കൊടുത്തൊരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ. അപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞ് അവർ ഓർത്തഡോക്സുകാരാണ്, അവരാണ് നമുക്ക് സ്ഥലം തന്നത്, അവിടെ നിന്ന് കയറി പ്രാർത്ഥിക്കണം. അവിടെ ചെന്നപ്പോൾ അവിടെ 98 വയസ്സുള്ളൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് മറവിയാണ്, ഡിമെൻഷ്യ ആണ്. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തഡോക്സുകാരല്ല, ഞാൻ വളരെ ശാന്തമായി, ഇപ്പം നമ്മുടെ പെന്തക്കോസ്ത് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി, ജീവന മേലും മരണത്തിന് മേലും അധികാരമുള്ളവനും ഉന്നതനും ശാശ്വതവാസ്യമായ കർത്താവേ, മനുഷ്യായുസ് 70 ഏറെയായാൽ 80, എന്നാലിപ്പോൾ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തിയ ഈ മാതാവ് സൗഖ്യമില്ലാതെ ഓർമ്മയില്ലാതെ ഇരിക്കുമ്പോൾ അധികം കഷ്ടങ്ങളിലേക്ക് പോക്കാതെ അങ്ങയുടെ തിരുവുള്ളം ഈ ദാസി നിറവേറപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഈ മനുഷ്യൻ എൻ്റെ തോളെ കൈവച്ചു. പേടിച്ചുപോയി. നോക്കിയപ്പം പുള്ളിയാ. എന്നാ സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കരുത്. സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, മറിച്ച് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ആ മനുഷ്യൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ്. മറവി ഇല്ലാത്തവർ ഈ ഭൂമിയിലുണ്ടല്ലോ. ക്രിസ്മസൊക്കെ ഒന്ന് ഓർക്കാനാണ്. എന്താണ് നമ്മൾ ഓർക്കുക? മനുഷ്യനായി തീർന്ന ദൈവത്തെ ഓർക്കാനാണ്. മനുഷ്യനായി തീർന്ന ദൈവത്തെ ഓർക്കാൻ. അങ്ങനെയെങ്കിൽ മറക്കരുത്, അനാഥത്വം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും എല്ലാം കുറേ നേരം കൂടെ ഒന്ന് ഇരിക്കാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിച്ച്. പേരൻസ് ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ 18ാമത്തെ ദിവസം കരമുയർത്തി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എത്ര തിരക്കാണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഒന്ന്, ക്രിസ്മസൊക്കെ വരികയാണ്. നമ്മൾ ക്രിസ്മസിനെ ആ നിലകളിൽ കാണുന്നവരല്ല എങ്കിലും ക്രിസ്മസ് ദൈവം ചെയ്ത ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. മനുഷ്യനായി തീർന്ന ദൈവം. അങ്ങേക്കും വേണമായിരുന്നു ഒരു ജോസഫിനെയും മറിയത്തെ, ഒരു അഡ്രസ്സ് വേണമായിരുന്നു. തച്ചൻ്റെ മകനാണെങ്കിലും അതൊരു അഡ്രസ്സല്ലായിരുന്നു. ആ അഡ്രസ്സല്ലേ നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. മൈ ബോസ് ജൂവിഷ് കാർപ്പറ്റർ. കുറച്ചൊക്കെ പോയിരിക്കാനും
കുറേ നേരം ഒന്ന് ഈ ന്യൂ ഇയറിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതോടൊക്കെ തീരുമാനിക്കുക. കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, എന്നും പ്രാർത്ഥിച്ചോണേ, മരിച്ചു പോകരുതേന്ന്. മരിച്ചു പോയാൽ ഒരാളും നിന്നെ തിരക്കാൻ കാണില്ല. നീ വരുന്നതും പോകുന്നതും അറിയാൻ ഒരാൾ കാണില്ല കുഞ്ഞെ. ഈ കൂട്ടുകാരൊക്കെ വെറും ഭ്രമം, വെറും ഭ്രമം. അതുകൊണ്ട് തന്നെയാണ് കാട്ടാക്കട മുരുകൻ പാടുന്നത്, ഭ്രമമാണ് പ്രണയം, ഭ്രമമാണ് പ്രണയം. വെറും ഭ്രമം, വെറും ഭ്രമം. അതുകൊണ്ട് ഭ്രമമല്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്, അതാണ് പേരൻസ്. പേരൻസ് മറക്കരുത്. അനാഥരാകുന്നതിന് മുമ്പ്, എനിക്കാരുമില്ലെന്ന് തോന്നുന്നതിന് മുമ്പ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ നമുക്ക് മക്കളുണ്ടെങ്കിലും അവർ പോയാൽ നമ്മൾ അനാഥരാ. അവൾ അനാഥ, അവൾ അനാഥ. ഇനിയുമാണ് ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. അനാഥയായ ഒരു പെൺകുട്ടിയുടെ ചരിത്രം. അത് പാടുമ്പോഴാണ്, ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനം, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനം, വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ നമ്മുടെ ദൈവം. ഇന്നും എന്തുമാത്രം പുതിയ പുതിയ പാട്ടുകൾ വരുന്നു. ഓരോ സീസണെയും വൈറലാക്കിക്കൊണ്ട് എന്തുമാത്രം പാട്ട് വന്നിട്ടും മലയാളി ഉണ്ടോ? മലയാളി ക്രൈസ്തവം വേണമെന്നില്ല, മലയാളി ഉണ്ടോ അറിയാതെ പാടും, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനം, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവിയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ അനാഥരെ സനാഥരാക്കുന്ന ഒരു ദൈവം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ നിതേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, എൻ കാരം പിടിച്ചനുദീന മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദീന മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും. പ്രിയരെ, അനാഥരുടെ ദൈവത്തെ കാണുകയാണ് ഇവിടെ. എസ്തേറിൻ്റെ ചരിത്രം അനാഥയുടെ ചരിത്രമാണെങ്കിൽ അവിടെ കാണുന്നത് അനാഥയുടെ ദൈവമാണ്. ഏത് അനാഥയും സനാഥനാക്കുന്ന, ഏത് പിതാവില്ലാത്തവർക്കും മാതാവില്ലാത്തവർക്കും നല്ല പിതാവും മാതാവുമാകുന്ന ദൈവം മനുഷ്യരിലൂടെ അവരെ രക്ഷിക്കുക. അതാണ് എസ്തേറിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചരിത്രം. എനിക്കറിയാവുന്ന ഒരു കെനിയൻ സുഹൃത്ത്, അദ്ദേഹം വളരെ മിടുക്കനായ വളരെ നല്ല പ്രഭാഷകനാണ്. അതിഗംഭീരമായി പ്രസംഗിക്കും. ഭയങ്കര ആശയങ്ങളാണ്, ഭയങ്കര അഭിഷേകമാണ്, ഭയങ്കര അധികാരമാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി വലിയ ആദരവാണ്. ഒരു കൊച്ചു ചെറുക്കൻ, റീസെൻറ്റ് മാരീഡാണ്. ഇന്ത്യയിൽ വന്നാണ് മാസ്റ്റേഴ്സ് എടുക്കുന്നത്. കെനിയൻസ്, ആഫ്രിക്കൻ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേര് നമുക്ക് ബാംഗ്ലൂർ അവിടെയൊക്കെ ചെന്നാൽ പഠിക്കാൻ വരുന്ന കാണാം. അങ്ങനെ ഇന്ത്യയിൽ വന്ന് മാസ്റ്റേഴ്സ് എടുത്ത ഈ സുഹൃത്ത് നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായി. പലപ്പോഴും വീട്ടിൽ വരും, ശുശ്രൂഷിക്കും. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പരിഭാഷപ്പെടുത്തുകയാണ്. മണിക്കൂറുകൾ അദ്ദേഹം നിൽക്കും. പുള്ളിയുടെ നിന്നാൽ നമ്മൾ തളർന്നു പോകും. 3-4 മണിക്കൂറൊക്കെ നിന്ന് അതിശക്തമായി ഒരേ സ്പ്രിങ്ങിൽ നിന്ന് ശുശ്രൂഷിക്കും. അവർ ആഫ്രിക്കൻ സ്റ്റൈലൂടെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നല്ല വചനമാണ്.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഒരാളല്ല ഞാൻ. ഒരു പക്ഷേ നിങ്ങളെന്നെ ഒരു വലിയ പ്രഭാഷകനായി, പ്രസംഗകനായി, രോഗശാന്തിക്കാരനായിട്ടൊക്കെയാണ് കാണുക. പക്ഷേ എൻ്റെ ബാല്യം അതല്ല. അപ്പനാരെന്നറിയാതെ ജനിച്ചവനാണ് ഞാൻ. അമ്മയുടെ ഉദരത്തിൽ ആരോ എന്നെ നിക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെ അപ്പനാരെന്നറിയാതെ വളർന്നതുകൊണ്ട് അതിൻ്റെ മുഴുവൻ നിന്ദയും സഹിച്ചു. ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് പലപ്പോഴും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പലപ്പോഴും കീറിയ നിക്കറിട്ട് കൊണ്ടുപോകുമ്പം കൂട്ടുകാർ കളിയാക്കി. ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കർത്താവിനെ അറിഞ്ഞു. അന്നൊരു തീരുമാനമെടുത്തു, ഇനി അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, ഓരോ ആവശ്യം ചെന്ന് അമ്മയോട് പറയില്ല. അന്നോട്ടെല്ലാം ദൈവത്തോടായി. ദൈവം അവന് പിതാവായി. വർഷങ്ങൾ മുമ്പോട്ട് പോയി, മിടുക്കനായി, പഠിച്ചു, ഇന്ത്യയിൽ വന്നു, ശുശ്രൂഷകനായി, മിടുക്കനായി, ആരോഗ്യവാനായി. ഒരു ദിവസം ജന്മം കൊടുത്ത അപ്പനെ നേരെ കാണുകയാണ്. അന്നത്തെ ഈ അപ്പൻ പടുവൃദ്ധനായി, അനാരോഗ്യവാനായി. അപ്പന് ഭയപ്പെട്ടാണ് ഈ മകൻ്റെ മുമ്പിൽ നിൽക്കുക. ഏത് നിമിഷവും ഇവൻ്റെ ബലിഷ്ഠമായ കരം അപ്പൻ്റെ കഴുത്തിൽ പിടിക്കും. പക്ഷെ ആ മകൻ പിടിച്ചില്ല. മകൻ അപ്പനെ കൂട്ടിക്കൊണ്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. ബൊഫേ കൊടുത്തു. ഏറ്റവും നല്ല ബൊഫേ എടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ന്യൂ ബ്രാൻഡ് ഷർട്ടും പാൻറ്റും ഒക്കെ മേടിച്ചു കൊടുക്കുകയാണ്. നിർബന്ധിച്ചെടുപ്പിക്കുകയാണ്. അപ്പം വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. നീ എന്തിനെ കുഞ്ഞെ ഇങ്ങനെ ചെയ്യുക? നിനക്കൊരു മുട്ടായി മേടിച്ച് തരാത്ത, നിന്നെ ഒരു നേരം സ്കൂളിൽ കൊണ്ടാക്കാത്ത എന്നോട് എന്തിനു നീ ഇങ്ങനെ ചെയ്യുക? നീ എന്നെ ഉപദ്രവിക്കുകയല്ലേ? അവൻ അപ്പനോടൊരു കാര്യം പറഞ്ഞു. അപ്പൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, എൻ്റെ ഫീസ് അടച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും മിസ്സായേനെ. ഈ അപ്പനെ എനിക്ക് മിസ്സായേനെ. അപ്പൻ നിഷേധിച്ച സകല സ്നേഹവും വാരിക്കോരി തന്ന ഒരു പിതാവ് എനിക്കുണ്ട്. അനാഥരുടെ പിതാവ്. ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുക. ഇവിടെ എസ്തേർ എന്ന പെൺകുട്ടി അനാഥയായി മാറി. ഇവിടെയാണ് ഞാൻ വീണ്ടും ചിന്തിക്കുക, മൊർദെഖായി വിധിക്കുകയാണ്. മൊർദെഖായി ഈ പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തെന്നാണ്. അവളെ തനിക്ക് ആരായിട്ടെടുത്തു? മകളായിട്ടെടുത്തു. അങ്ങനെയെങ്കിൽ ലോകത്ത് ആദ്യം അഡോപ്ഷൻ നടത്തിയത് ആരായിരിക്കും? മൊർദെഖായി. ആരായിരിക്കും അഡോപ്റ്റഡ് പെൺകുട്ടിയുടെ പേര്? എസ്തേർ. അഡോപ്ഷൻ ആരുടെ മുമ്പിലായിരിക്കും? പിതാവിൻ്റെ മുമ്പിലായിരിക്കും. ഇന്ന് നമുക്കറിയാം, അനാഥ കുട്ടികളെ ഇപ്പോഴൊക്കെയാണ് പിന്നെ അവരെയൊക്കെ അബ്യൂസൊക്കെ ചെയ്താൽ പ്രശ്നം വരുന്നത്. പക്ഷേ ഒരു കാലം മുമ്പ് പെൺകുട്ടി, ആൺകുട്ടിയുമല്ല, പെൺകുട്ടിയുടെ ശബ്ദം ആര് കേൾക്കാൻ? അതോടൊപ്പം അനാഥ. ഇവിടെ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ്. ചിറ്റപ്പൻ എന്ന് പറയുമ്പം അങ്കിളാണ്, പെറ്റേണൽ അങ്കിളായിരിക്കണം. ഇപ്പം പെറ്റേണൽ അങ്കിളായിട്ടുള്ളപ്പോൾ ഉപ്പാപ്പൻ്റെ മകളോ വല്ലമായിരിക്കണം. അപ്പോൾ ഇവൻ ഈ മൊർദെഖായി ആ വീട്ടിലെ മൂത്ത കസിനായിരിക്കും. കസിനാണ്. നമുക്ക് ഈ കസിൻ എന്നൊക്കെ പറയുന്ന വാക്കിന്ന് ഉപയോഗിക്കാറില്ലേ, കസിൻ. പക്ഷേ ഈ കസിൻ ഇന്ന് അപ്പനായി മാറുകയാണ്. ഞാൻ ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. കസിൻസിനാൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒത്തിരി മക്കളെ എനിക്കറിയാം. ഒത്തിരി പേരോടും ചരിത്രം ചോദിച്ചാൽ, എന്തിനേറെ പ്രായമുള്ളവർ പോലും പറയും, ആദ്യമായിട്ട് അബ്യൂസ് ഉണ്ടാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, അമ്മ വീട്ടിൽ വെച്ച്, അപ്പാപ്പൻ്റെ വീട്ടിൽ വെച്ച്, കുടുംബത്തിൽ വെച്ച്. കൊച്ചു പിള്ളേരെ ചച്ചാച്ചന്മാരെ ആക്കിയിട്ട് പോയപ്പോൾ അബ്യൂസ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ഞാൻ മൊർദെഖായി കണ്ടു. അനാഥയായ പെൺകുട്ടിയെ ഒരു അബ്യൂസ് ചെയ്യാതെ സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യൻ. ഈ ചെറിയ മനുഷ്യരെ വലിയ മനുഷ്യരാക്കുന്ന തീരുമാനങ്ങളാണ്. അനാഥയെ അബ്യൂസ് ചെയ്ത് ആര് ചോദിക്കാൻ? അവൾ രൂപവതിയാണ്, സൗന്ദര്യവതിയാണ്. പക്ഷെ അവൻ തീരുമാനിച്ചു, ഒരു കാരണവശാലും അവളെ ഞാൻ അബ്യൂസ് ചെയ്യത്തില്ല. ഒരു കാര്യം ഓർത്തോണം, ചെറിയ തീരുമാനങ്ങളാണ് നാളെ ദൈവം മാനിക്കുന്നത്. ചെറിയ തീരുമാനങ്ങൾ മൊർദെഖായിയെ ദൈവം മാനിക്കുകയാണ്. രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി പരസ്യത്തിലുള്ള ഒരു ആദരവായിട്ട് മാറി. രഹസ്യത്തിലെ വിശുദ്ധി പരസ്യത്തിലെ ആദരവായി. രഹസ്യത്തിലെ വിശുദ്ധി പരസ്യത്തിലെ ആദരവായി. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. രഹസ്യം. 2 സംഗീതം 41:1. എന്താണ് സംഗീതം 41:1? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്ത് ആര് വിടുവിക്കും? യഹോവ അവനോട്. സംഗീതം 41:1 പ്രകാരം. മത്തായി സുവിശേഷം 25 പ്രകാരം 25-ാം അധ്യായത്തിൽ കാണുന്നു, മനുഷ്യപുത്രൻ വന്നിട്ട് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. എന്നിട്ട് ജനത്തെ 2ആയി തിരിക്കും, ഇടത്തും വലത്തുമായിട്ട്. ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ തന്നു. ശ്രദ്ധിച്ചേ, ചോദ്യപേപ്പർ നേരത്തെ ഇട്ടാൽ പരീക്ഷ എന്തായി പോവും? ചോദ്യപേപ്പർ ഔട്ടായാൽ പരീക്ഷ എന്താവും?
ക്യാൻസൽ ചെയ്യോ? നീറ്റിൻ്റെയൊക്കെ വിഷയം കണ്ടില്ലേ? ചോദ്യപേപ്പർ നേരത്തെ ഇട്ട പരീക്ഷ എക്സാം എന്ത് ചെയ്യും? ലീക്കായ. എന്നാൽ ചോദ്യപേപ്പർ നേരത്തെ ഇട്ട ഒരു പരീക്ഷയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമോ? ചോദ്യം ഇതാണ്: ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, പരദേശിയായിരുന്നു. ഇങ്ങനെ കുറേ ചോദ്യം, 6 ചോദ്യമാണ്. 6 ചോദ്യത്തിന് ഉത്തരം എപ്പോഴാണ് കർത്താവേ? ഈ ചെറിയവർക്ക് അപ്പം ചെറിയവർക്ക് ചെയ്തത് ആർക്ക് ചെയ്തതാ? അങ്ങനെയെങ്കിൽ ഇവൾ അനാഥയായിരുന്നു. 2 പ്രിൻസിപ്പിളാണ് അവിടെ മൊർദെഖായി ചെയ്യുക. ഒന്ന്, മൂത്തവരെ അമ്മമാരെ പോലെയും ഇളയവരെ പൂർണ്ണ നിർമ്മലതയിൽ സഹോദരിമാരെ പോലെയും കാണണമെന്നുള്ള ബൈബിൾ വാക്യം. 2, എളിയവനെ ആദരിക്കുന്നവൻ. 3, ചെറിയവർക്ക് ചെയ്തത് എനിക്ക്. ഈ വലിയ മനുഷ്യൻ പ്രവാസിയാണ്, അവിടെ വലിയ പേരും പെരുമയൊന്നുള്ളവനല്ല. പക്ഷേ മൊർദെഖായി ഈ പെൺകുട്ടിയെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ മൊർദെഖായിയുടെ ഒരു സൂക്ഷ്മതയിൽ ഈ പെൺകുട്ടി വളർത്തപ്പെട്ടപ്പോഴാണ് ആര് പുറത്താക്കപ്പെട്ടത്? വസ്തി കൊണ്ട് കൊടുത്തു, അവിടെ പേരൂടെ. അങ്ങനെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവളെ കൊണ്ടുവന്ന് അവിടെ ആക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, നേരെ ചെന്ന് രാജാവിനെ കാണിക്കത്തില്ല. ഈ പെൺകുട്ടിയെ സൗന്ദര്യവതിയൊക്കെ ആക്കി വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്ത് രാജാവിൻ്റെ അടുക്ക കൊണ്ട് നിർത്തും. 127 സംസ്ഥാനങ്ങളുടെ രാജാവല്ലേ, അഹശ്വേരോശ് രാജാവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനുമുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തത് 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധവർഗം. അപ്പോൾ കണ്ടോ, 12 മാസം, പിന്നെ 6 മാസം മൂർത്തൈലം, സുഗന്ധതൈലം. എന്തിനാ? ആരെടുക്ക പോയി നിൽക്കാനാ? രാജാവിൻ്റെ അടുക്ക പോയി നിൽക്കും. വെറും രാജാവല്ല, അഹശ്വേരോശ് രാജാവ്. 127 സംസ്ഥാനങ്ങളുടെ രാജാവെന്നേ ഉള്ളൂ. ആ രാജാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഇത്ര ഒരുക്കം വേണോ? ഇത്രയും മാസം. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പം പെൺകുട്ടിയെ രാവിലെ 3 മണിക്കോ 4 മണിക്കോ ഒരുക്കാൻ കൊണ്ടുപോകുന്നതിന് എന്ത് പാടുപെട്ടു. പിന്നെ വന്ന ആ കുട്ടിയുടെ ഇടപാട് തെറ്റു അന്നത്തെ ദിവസം. പക്ഷേ ഇത് ഈ 12 മാസം, പിന്നെ ശുദ്ധീകരണം, 6 മാസം മൂർത്തൈലം, 6 മാസം സുഗന്ധതൈലം. എന്തിനാ? ഒരു ദിവസം അവൾ അവിടെ പോയി നിൽക്കണം, അവനിഷ്ടം തോന്നണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനുമായ കർത്താവ് നമ്മളെ സ്വീകരിക്കാൻ വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ എന്തുമാത്രം ഒരുക്കം നമുക്ക് വേണം. ആ ഒരുക്കം ഒറ്റ ഒരുക്കമാണ്, വിശുദ്ധിയുടെ ഒരു ഒരുക്കമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഒരുക്കുക, വചനമാണ് നമ്മളെ ഒരുക്കുക, വചനത്താൽ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ. എന്തിനാ? എൻ്റെ ജഡീകതകളെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. അങ്ങനെ ഒരുക്കുന്ന ഒരു കുട്ടിക്ക് വ്യക്തിക്ക് മാത്രമേ അവിടെ പോയി നിൽക്കാനൊക്കത്തുള്ളൂ. അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്കൊറ്റ കാര്യം പറയണം, കർത്താവേ, വലിയ കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും അത്യല്പത്തി വിശ്വസ്തനായിരുന്നെങ്കിൽ തമ്പുരാൻ അന്ന് പാടും, നല്ല ദാസനെന്നു ചൊല്ലുന്നാൽ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. അതാഗ്രഹമുള്ളവരൊക്കെ ഈ 18-ാം ദിവസം കരമൊന്ന് ഉയർത്തി, നല്ല ദാസനെന്നു ചൊല്ലുന്നാൽ തൻ്റെ മുൻപാകെ ലജ്ജിതനായി, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. പ്രിയമുള്ളവരെ, മറക്കരുത്, ഒരു ദിവസം ഞാനും നിങ്ങളുമെല്ലാം അവിടെ പോയി നിൽക്കണം. അന്ന് ലജ്ജിതനായി തീരാതിരിക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ ഒരുക്കത്തിൻ്റെ ദിവസമാണ്. ഈ ദിവസം ഒരുക്കുകയാണ്. എന്തിനാ? കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ. എന്തിനാണ് ഈ ഉപവാസ പ്രാർത്ഥന? ആ ദിവസത്തിന് വേണ്ടി നമ്മെ ഒരുക്കാനാണ്. എന്തിനാണ് വചന പ്രസംഗം? ആ ദിവസത്തിന് വേണ്ടി നമ്മെ ഒരുക്കാൻ വേണ്ടിയാ. യേശുവേ, എന്നെ ഒരുക്കണം. അങ്ങനെ ഈ കുട്ടി എന്തുമാത്രം ഒരുക്കത്തോടു കൂടി ആയിരിക്കണം അവിടെ ചെല്ലുക.
അവിടെ ചെല്ലുമ്പോൾ രാജാവിന് അവളെ ബോധിക്കണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അവൾ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നു. അവൾ പോകുമ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം തെളിവ് 12-ാം വാക്യം, 6 മാസം മൂർത്തയിലും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളെ കൊണ്ട് അവിടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തേക്ക് അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധി ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധി ചെല്ലും. 13-ാം വാക്യം, അന്തഃപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലതും അവൾക്ക് എന്തു ചെയ്യും? കൊടുക്കും. സകലതും കൊടുക്കും. എന്തും ചോദിക്കാം. നമ്മളൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തും ചോദിക്കാം. സാധാരണ ഇങ്ങനെ ഒരുക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൂടുതലും ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? പക്ഷേ ഇന്നത്തെ പെൺകുട്ടി വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ ആൺപിള്ളേരോട്. പെൺപിള്ളേരിപ്പോൾ വളരെ ആഭരണമൊക്കെ കൂടുതലിടുവോ കുറവിടുവോ? കുറച്ചെന്നല്ല, ചിലയിടത്തൊക്കെ വെച്ച് ഒന്നുമില്ല, കഴുത്തിലും ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഞാനിടത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് മോളെ. അവരെന്നെ തല്ലി, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ഞാനോർത്ത് പെന്തക്കോസ്താണ്, പക്ഷെ അത് പെന്തക്കോസൊന്നും അല്ലായിരുന്നു. എൻ്റെ പൊന്നെ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇടാത്ത പിള്ളേരെ കണ്ടിട്ടില്ലേ? അവരൊന്നും എടുത്ത്, അവർ വളരെ സിമ്പിളാണ്. പൗഡർ പോലും ഇടാതൊക്കെ പൊക്കളെ മുടി കെട്ടിവെക്കും, അല്ലെങ്കിൽ എന്തോ ചെയ്യും, ബോബൊക്കെ ചെയ്ത് കളയും. നല്ല ബോയ് കട്ടൊക്കെ കെട്ട് ചെയ്ത്. ഞാൻ സാറിന് പറയാറുണ്ട്, ഞങ്ങളുടെ അതുവഴി ഇന്ന് മൂന്നാറിനൊക്കെ ഈ പിള്ളേർ സോളോ ട്രിപ്പ് പോകും, ഒറ്റയ്ക്ക് ബുള്ളറ്റിലൊക്കെ. മുടിയൊക്കെ മുറിച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് ചെറിയ നിക്കറൊക്കെ ഇട്ട് അവൾ പോവുകയാണ്. അപ്പം ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, നീ എന്ത് ഊരിനായി പോകുന്നേ? അങ്ങളെ ഡാണ്ട് പറയും, പെപ്പർ സ്പ്രേ ഉണ്ട്, പിച്ചാത്തിയുണ്ട്. അവിടെ എല്ലാം അടുത്തിയല്ലേ പിള്ളേരെ അമ്മയുടെ അടിച്ച് ഇതിൻ്റെ കണ്ണ് പൊട്ടിക്കളയും. പെപ്പർ സ്പ്രേയും പിച്ചാത്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ടാണ് പോവുക. അവളിങ്ങനെ പെപ്പർ സ്പ്രേയും പിച്ചാത്തിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ പുറകെ ഒരുത്താൻ പോവുക. ഇവിടെയും കുടുക്കിട്ട് അവൻ്റെ മുടി കണ്ടിട്ട് ഇവിടെ കെട്ടി വെച്ച് അവിടെ പുറകെ അവനിങ്ങനെ ഒരു ക്രീമൊക്കെ ഇട്ടൊരു പോക്കുണ്ട്. അയ്യേ കണ്ട. അപ്പോൾ ഇതാണ് ഈ പെൺകുട്ടി. വളരെ സിമ്പിളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് എന്തും ചോദിക്കാം. അവൾ സത്യത്തിൽ ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തും ചോദിക്കാം. പക്ഷേ അടുത്തൊരു വാക്കി കാണുന്നു, അവൾ എന്തുകൊണ്ടായിരിക്കണം? അവിടെ തേൻ വന്നപ്പോൾ, മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും 15-ാം വാക്യം അന്തഃപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തും ചോദിക്കാമായിരുന്നു, പക്ഷെ അവളൊന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? ക്രിസ്മസിൻ്റെ കാലമാണ്, നമ്മൾ ഓർക്കണം. വളരെ പരിമിതിയുള്ള ലളിത്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഈ പെൺകുട്ടി. ക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ഒരു ലാളിത്യത്തിൻ്റെ സൗന്ദര്യമുണ്ട്. മുഴുവൻ പുൽക്കൂട്, മൃഗങ്ങൾ, വലിയ AC മുറിയൊന്നും ഇല്ല. പിന്നെ ഇവിടെ സാധാരണക്കാരന് സാധാരണയായി ക്രിസ്തു. ഇവൾ മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. എന്തുണ്ടായിരുന്നു? മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവളെ അവിടെ ചരിത്രം, വേദപുസ്തകത്തിൻ്റെ ചരിത്രമായത്. ഒന്ന്, അവൾ അനാഥയായിരുന്നു. 2, അവൾ എന്തായിരുന്നു? മിതത്വമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എല്ലാവരും പറഞ്ഞേ, എന്തെന്തായിരുന്നു? മിതത്വം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗാന്ധി ജയന്തിക്ക് വേണ്ടി സമയത്ത് എനിക്കൊരു ടാസ്ക് വന്നു. ക്രിസ്തുവും ഗാന്ധിയെ സ്വാധീനിച്ച ക്രിസ്തു, അതിനെപ്പറ്റിയുള്ള പ്രഭാഷണം നടത്തണം. അങ്ങനെ ആ പ്രഭാഷണം നടത്താൻ വേണ്ടി എളിവൻ കുറേ പഠിച്ചു, കുറേ വായിച്ചായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ കുറേ വായിച്ച് ഗാന്ധിയുടെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളും അതിൻ്റെ ക്രിസ്തു എങ്ങനെ തന്നെ സ്വാധീനിച്ചു എന്നെല്ലാം ഉള്ള ആ വായനയിൽ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്, ഏത് കാര്യം എടുത്താലും ഗാന്ധിജിയുടെ ഒരു പ്രിൻസിപ്പിളുണ്ട്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എന്തെടുത്താലും ചോദിക്കുക, ക്യാൻ ഐ മാനേജ്. തട്ടി ഉണർത്തി ഉറങ്ങരുത്, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉറങ്ങിയാൽ ഞാനങ്ങ് ഉറങ്ങിപ്പോത്തില്ലേ. കാരണം ഈ ഡ്രൈവർ എൻ്റെ സൈഡിൽ ഇരുന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. ആരുറങ്ങിപ്പോകും. പണ്ടൊരു ഉപദേശം പറഞ്ഞു, വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ കിടന്നുകൊണ്ട് കേട്ടോളാന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങിയാൽ ഞാൻ എന്തോ ചെയ്യും, എനിക്കാണ് നിന്നുറങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങരുത് ആരുവേ. അപ്പം ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എല്ലാവരും പറഞ്ഞേ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എന്തെടുത്താലും ചോദിക്കുക. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് ഇടയ്ക്ക് ലുലു വരെ പോയി. അത് ഞങ്ങൾക്ക് എറണാകുളത്തുനിന്ന് പോകണമായിരുന്നു. പോയിട്ട് അവിടെ കുറേ സാധനമൊക്കെ മേടിക്കാമെന്നുള്ള ചിന്തയെ പോയതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എനിക്കറിയാമെന്ന് അവൾക്കറിയില്ല. ഞാനത് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഓരോ സാധനം മേടിക്കുമ്പോൾ എടുക്കിട്ട് ചുമ്മാ ഒന്ന് ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. കയറിപ്പോയപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, മറക്കരുത്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. 1.5 മണിക്കൂർ അതുവഴി നടന്നിട്ട് ഒന്നും മേടിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എറണാകുളം വരെ കെട്ടിയെഴുന്നള്ളി വന്നപ്പോഴാണ് ഒരു ഫിലോസഫി.
ദണ്ണം കൊണ്ട് അവൾ എന്നോട് ചോദിച്ചു, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ? പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒന്നും മേടിച്ചില്ല. സത്യത്തിൽ 2 വട്ടം 3 വട്ടം ചോദിച്ചാൽ പല കാര്യവും മേടിക്കുമോ? ഇല്ല. 2 വട്ടം 3 വട്ടം ചോദിച്ചാൽ നമുക്ക് പലതും വേണമെന്ന് തോന്നുമോ? ഇല്ല. വേണമെന്ന് തോന്നുമോ? ഇല്ല. ഒരു ഫോണുണ്ട്, iPhone 17 ഇറങ്ങി, അല്ലെങ്കിൽ 18 ഇറങ്ങി, ഇപ്പോൾ ഇരിക്കുന്നത് 14 കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3 വട്ടം ചോദിച്ചാൽ മേടിക്കേണ്ടി വരുമോ? ഇല്ല. ആ പൈസ കൊണ്ട് ഒരു കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാം. അപ്പം മിതത്വമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ആര്? എസ്തേർ. എല്ലാവരും പറഞ്ഞേ, എസ്തേർ എന്തുണ്ടായിരുന്നു? താൻ തന്നെയല്ല, ഇത്രയും സാധ്യത ആഗ്രഹങ്ങൾ തൻ്റെ മുമ്പിൽ ഫ്രീ ആയിട്ട് കിടന്നിട്ടും എടുത്തോ? ഇല്ല. ആ വലിയ മനസ്സാണ് ദൈവം മാനിക്കുന്നത്. ദൈവം ആരുടെ ദൈവമാണ്? എളിമയുള്ളവരുടെ ദൈവമാണ്. ദൈവം ആരുടെ ദൈവമാണ്? സിംപ്ലിസിറ്റി ഉള്ളവരുടെ ദൈവമാണ്. ഇന്ന് സത്യത്തിൽ സിംപ്ലിസിറ്റി ഒന്നും പ്രസംഗിക്കപ്പെടാറില്ല, ലളിത ജീവിതം പ്രസംഗിക്കപ്പെടാറില്ല. ഇവിടെ നാം കാണുന്നു, ഇത് മറക്കരുതേ, ഏതെടുത്താലും ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിതൗട്ട് ദിസ്? ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഒരു വിത്തൗട്ട് ദിസ്. പക്ഷേ ഭാര്യയോട് മാത്രം പറയരുത്, ഭർത്താവിനോടും പറയരുത്. ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? അപ്പോൾ അവിടെ ഇവൾ ഇത് കൊണ്ട് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് രാജാവിന് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവിടെ തലയിൽ എന്തോ വെച്ചു, രാജകിരീടം വെച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുക. രാജകിരീടം, 17-ാം വാക്യം, രാജകിരീടം വെച്ചു. എല്ലാവരും പറഞ്ഞ് എന്ത് വെച്ചു? വെച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു കാര്യം ഈ എസ്തേറിൻ്റെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. മൊർദെഖായി പറഞ്ഞതുപോലെ തൻ്റെ കുലവും ജാതിയും ഒന്നും അവൾ അറിയിച്ചില്ല. ഇനിയും എസ്തേർ 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, മൊർദെഖായുടെ അടുക്കൽ വളർന്ന പോലത്തെ പിന്നെയും അവൻ്റെ എന്ത് ചെയ്തു? കൽപ്പന അനുസരിച്ച്. എല്ലാവരും പറഞ്ഞ്, വളർന്ന പോലെ തന്നെ പിന്നെയും അവൻ്റെ എന്ത് ചെയ്തു? കൽപ്പന അനുസരിച്ച്. ഞാൻ ഈ സാധാരണക്കാരിയായ പെൺകുട്ടി കണ്ട രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത, 1 അവൾ അനാഥിയായിരുന്നു, 2 അവൾ ലളിതമുള്ളവളായിരുന്നു, മിതത്വമുള്ളവളായിരുന്നു. 3-ാമത്തെ ഒരു കാര്യമാണ്, മൊർദെഖായി രാജ്ഞിയായി, പെട്ടെന്നൊരു രാജ്ഞിയായി അവൾ ഒറ്റ നിമിഷം കൊണ്ട് അവളങ്ങ് മാറി. അവൾ ആരായി? രാജ്ഞിയായി, ചക്രവർത്തിയുടെ രാജ്ഞിയായി. അപ്പം പിന്നെ അവൾ ആരാ? പക്ഷേ അവൾ അപ്പോഴും ആര് പറഞ്ഞത് കേട്ടു? എന്നത്തെ പോലെ, പണ്ടത്തെ പോലെ ഇവൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, വന്ന വഴി മറക്കാത്തൊരു പെൺകുട്ടിയാണ്. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, വന്ന വഴി മറക്കരുത്. വന്ന വഴി മാത്രമല്ല അവൾ മറക്കാഞ്ഞത്, വളർത്തിയവരെ എന്ത് ചെയ്തില്ല? മറന്നില്ല. വളർത്തിയവരെ എന്ത് ചെയ്തില്ല? പി കേശവദേവൻ്റെ മനോഹരമായൊരു നോവലുണ്ട്, ഓടയിൽ നിന്ന്. ആ ഓടയിൽ നിന്ന് അവസാനം പറയുന്നത് ഇങ്ങനെയാണ്. ഓടയിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടി അവസാനം അവൾ വലിയൊരു നിലയിലെത്തുമ്പോൾ ഇയാളെ അവൾക്ക് പുച്ഛമായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ അവനില്ല, അമ്മയ്ക്കും മോക്കും അന്ന് ആ റിക്ഷാക്കാരനെ പുച്ഛമാകുന്നുണ്ട്. അവസാനം അവൾ അവൻ്റെ മുറിയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ചുമ ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് പറഞ്ഞാണ് നോവൽ അവസാനിപ്പിക്കുക. ഓടയിൽ നിന്ന് മനുഷ്യരൊക്കെ വന്ന വഴി മറക്കും, വളർത്തിയവരെ മറക്കും. പക്ഷേ ഈ പെൺകുട്ടി ഞാൻ കണ്ടൊരു പ്രത്യേകത, വന്ന വഴി മറന്നില്ല, വളർത്തിയവരെ എന്ത് ചെയ്തില്ല? മറന്നില്ല. മറക്കരുത്. എത്ര ഉയർത്തിയാലും എത്ര ഉയർന്നാലും ഞാൻ വന്ന വഴി മറക്കായി. വളർത്തിയവരെ മറന്നാൽ അഹങ്കാരിയായി മാറും. അഹങ്കാരിയാകാതിരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഓർക്കണം, വന്ന വഴികളെ ഓർക്കണം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ അവൾ മിതത്വമുള്ള പെൺകുട്ടി. 2 അവൾ വന്ന വഴി മറക്കാത്തവൾ. എല്ലാവരും പറഞ്ഞേ, എന്ത് മറന്നില്ല? വന്ന വഴി മറന്നില്ല. പലപ്പോഴും നമ്മളുടെ ഒരു പ്രത്യേകത, ഇച്ചിരി വലുതായാൽ വന്ന വഴി മറക്കും. മറക്കരുത്. എന്നപ്പാ എന്ത് ഗമയൊക്കെയാണ്. എനിക്കങ്ങ് സങ്കടം വരും. ചിലരൊക്കെ നമ്മളെക്കാൾ അവിടെ ആ ശൈലി, മിണ്ടാനൊക്കെ ഉള്ളൊരു എന്നെ ഗമയൊക്കെയാണേ. അയ്യോ, ഈ ഗമയുള്ളവരെയൊക്കെ എനിക്കങ്ങ് സങ്കടം വരും ചിലപ്പോൾ. ഇപ്പോൾ ഈ ഞങ്ങളിങ്ങനെ അടുത്ത് പോകുമ്പോൾ എന്നോട് ഒരാൾ, ഇപ്പം പുള്ളി വലിയ ആളാണ്, പേരും പെരുമയൊക്കെ ആയി. അപ്പം പഴയ കുറേ കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പം പുള്ളി സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പഴയ പോലെയും നോക്കത്തില്ല. എന്തോ സ്റ്റാറ്റസ്, എൻ്റെ സ്റ്റാറ്റസ്. സാധാരണ പറഞ്ഞൊരു കഥയുണ്ട്, നടന്ന കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ബാങ്കിൽ ഇരിക്കുക, ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ ഇരിക്കുക. അപ്പം ഈ മാനേജർ പുള്ളിയുടെ സുഹൃത്താണ്, ഒരു പട്ടരാരണ്ട, അതായത് വലിയ ഹൈ കാസ്റ്റ് ഒരാളാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ
ഒരു വലിയ പാസ്റ്റർ അവിടെ വന്നു. പുള്ളി പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നേ, വലിയ ഡോളറും ഡ്രാഫ്റ്റും ഒക്കെ മാറാൻ വന്ന. അപ്പോൾ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇവനൊരു ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് ചെറിയ ഉണ്ടല്ലോ, പഠിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി കുഴപ്പമൊക്കെ ആയിട്ട് നടക്കുന്നൊരു പയ്യൻ. അപ്പോൾ നീ ഒന്ന് പോയി പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ദേവദാസനെ പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇവനെ അടിപൊളി കുറേ നേരം ഇങ്ങനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ പറഞ്ഞു, അച്ചായ ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസ് ലോർഡ് പറയാമെന്ന് ചോദിച്ചു. ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ. പെട്ടെന്ന് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഇത് എന്തോ കാര്യത്തിനാപ്പാ. ഒരു പാർട്ടി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങ് സങ്കടം വന്നേ. ഒത്തിരി പേരുണ്ട്, പുള്ളി എനിക്കറിയാവുന്ന ആളല്ലേ. ഞാനൊരു കാര്യം ചെയ്തു, ചെന്നങ്ങ് കില്ല് കിട്ടും. അതോടെ പുള്ളിയുടെ സകല ചാടാൻ തീർന്നു. അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? പുള്ളി ഇങ്ങനെ അങ്ങനെ മസിൽ പിടിച്ചൊക്കെ ജീവിക്കരുത്, അങ്ങനെ മസിലൊന്നും പിടിച്ച് ജീവിക്കരുത്. അതുകൊണ്ട് എല്ലാവരെയും കാണുമ്പോൾ വന്ന വഴി മറക്കാതെ ജീവിക്കണം. വന്ന വഴി മറക്കരുത്. എല്ലാവരും പറഞ്ഞേ, വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. ഉറക്കപ്പറ. വളർത്തിയവരെ എന്ത് ചെയ്യരുത്? വളർത്തിയവരെ എന്ത് ചെയ്യരുത്? നമ്മളെന്തുമാത്രം പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം സ്വീകരിക്കുന്നവരാണ്. സ്വീകരിച്ച നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറക്കരുത്. ഉറക്കെ പറഞ്ഞേ, എന്തോ ചെയ്യരുത്? മറക്കാത്തൊരു പെൺകുട്ടിയുടെ പേരെന്താ? അവിടെ ചിലപ്പോൾ ചിലത് ഓർത്തില്ലെന്ന് വരാം. അതൊക്കെ സത്യമാണ്, മാനുഷികമായിട്ടൊക്കെ സംഭവിക്കും. പക്ഷേ എന്നാലും ആവോളം വന്ന വഴി ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടിലൊക്കെ കിടന്ന് നമ്മളെ ദൈവം തമ്പുരാൻ ഇത്രയൊക്കെ അനുഗ്രഹിച്ച് മാറ്റുമ്പോൾ, ദൈവമേ വന്ന വഴി മറക്കാതെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. അത് ഓർമ്മയുണ്ടോ എന്നും വിനയപ്പെടും. ഓർമ്മയുണ്ടോ നെടുമ്പാട് വീഴും. ഓർമ്മയുണ്ടോ കണ്ണീരറ്റ് പോകത്തില്ല. മറന്നവന് കണ്ണീര് കാണത്തില്ല. ഓർമ്മയുള്ളവന് കരയാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. അവൻ ആരാധിക്കാൻ കാരണമുണ്ട്. കാരണം അവൻ ഓർക്കാൻ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ മുമ്പത്തെ പോലെ തന്നെ ആരെ അനുസരിച്ച് വന്നു? രാജാവിനെ അനുസരിച്ച് വന്നു. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. മൊർദെഖായിയുടെ പടിവാതിക്കൽ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർ രാജാവിനെ കൊല്ലാനായിട്ട് ചിന്തിക്കുന്നത്. അത് എസ്തേറിനെ അറിയിക്കുകയും രാജാവ് തിരക്കുകയും ആ വ്യക്തിയെ എന്ത് ചെയ്യുകയും ചെയ്തു? കൊല്ലുകയും ചെയ്തു. വ്യക്തികളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം 2-ാം അധ്യായത്തിൽ കാണുന്നു.